വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തുന്ന കപട രാഷ്ട്രീയവും ഇരട്ടത്താപ്പും ദൃശ്യങ്ങൾ സഹിതം രാജ്യത്തിന് മുന്നിൽ തുറന്നുകാട്ടി BJP എന്നതാണ് വാർത്ത. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIR പ്രക്രിയ ഭരണഘടനാ വിരുദ്ധമാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുമ്പോൾ ഇതേ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കി ക്ഷേമ പദ്ധതികൾ വിതരണം ചെയ്യുമെന്ന കർണാടക കോൺഗ്രസ് സർക്കാരിന്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. ഈ വാർത്തയിലേക്ക് വളരെ വേഗം പോയി തിരിച്ചു വരാം. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ നടപ്പാക്കുന്ന ഗ്യാരണ്ടി പദ്ധതികൾ, പെൻഷനുകൾ, മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങൾ എന്നിവ അർഹരായ പൗരന്മാർക്ക് ലഭിക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതുക്കിയ വോട്ടർ പട്ടിക തന്നെ മാനദണ്ഡമാക്കുമെന്ന് DK ശിവകുമാർ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് അമിത് മാളവ്യ പുറത്തുവിട്ടത്. If you doesn't enroll, you are going to lose all your rights given by the benefits either by the country or by the state government. So I request you not to lose this opportunity of getting your votes or losing it. Otherwise, if you lose your votes, you may find difficulty on the other benefits which has been provided to you. So, right to vote is right to live. Within 30 days, you have to fill the forms. Either maybe 5 guarantees or food or pension or whatever the facilities given by the government, you will have to lose it. രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെയും സ്വതന്ത്ര ഏജൻസികളെയും നിരന്തരം അപകീർത്തിപ്പെടുത്തുകയാണ് രാഹുലിന്റെ നീക്കങ്ങളെന്ന് വിമർശനമുയരുന്നു. അർഹരായ വോട്ടർമാരെ കണ്ടെത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയ ഒരു പൗരത്വ പരീക്ഷയാണെന്നും ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനുള്ള നീക്കമാണെന്നുമാണ് രാഹുൽ പ്രചരിപ്പിച്ചത്. എന്നാൽ കോൺഗ്രസിന്റെ ഈ വാദങ്ങൾ വെറും രാഷ്ട്രീയ നാടകമാണെന്ന് സ്വന്തം പാർട്ടി ഭരിക്കുന്ന കർണാടക സർക്കാരിന്റെ നിലപാടിലൂടെ തെളിഞ്ഞിരിക്കുകയാണെന്ന് BJP ചൂണ്ടിക്കാട്ടുന്നു. വ്യാജ വോട്ടർമാരെയും അനധികൃത കുടിയേറ്റക്കാരെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി ജനാധിപത്യത്തിന്റെ സുതാര്യത ഉറപ്പാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നത്. ഇതിനെതിരെ രാഹുൽ രംഗത്ത് വരുന്നത് സ്വന്തം വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നും സമൂഹ മാധ്യമങ്ങളിലടക്കം വിമർശനമുയരുന്നു. ജനം, ഡൽഹി.